ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാളെ സൗഖ്യദായക ഞായറായിട്ട് ആചരിക്കുകയാണല്ലോ. ലോകത്തിൽ സൗഖ്യം എന്നുള്ളതാണ് വിഷയം. രോഗവും കഷ്ടപ്പാടും മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ നമ്മുടെ ബലഹീനതകളിൽ പോലും ദൈവത്തിൻ്റെ രോഗശാന്തി ശക്തി പ്രവർത്തിക്കുന്നുവെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. രോഗശാന്തി ശാരീരികം മാത്രമല്ല, അത് വൈകാരികവും ആത്മീയവും ബന്ധപരവുമാണ്. ഇന്ന് നാം പരിശോധിക്കുന്ന 4 വേദഭാഗങ്ങൾ ദൈവത്തിൻ്റെ രോഗശാന്തിയുടെ വ്യത്യസ്ത മാനങ്ങൾ പ്രകടമാക്കുന്നു. ശാരീരിക രോഗശാന്തി, ദൈവിക ശക്തിയിലൂടെ നമുക്ക് ലഭിക്കുന്ന രോഗശാന്തി, കൃപയിലൂടെ ലഭിക്കുന്ന രോഗശാന്തി, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് രൂപപ്പെടുന്ന രോഗശാന്തി. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 17 വരെ നാം വായിക്കുമ്പോൾ പരിമിതികളിൽ അനുഭവപ്പെടുന്ന രോഗശാന്തി. ഇസ്രായേലിനെ നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത മോശ സംസാര വൈകല്യമുള്ളവനായിരുന്നു, തടിച്ചു നാവുള്ളവനായിരുന്നു. എന്നാൽ അവൻ്റെ ബലഹീനതകളിൽ സ്വയം അവമതിപ്പുണ്ടായ സാഹചര്യങ്ങളിൽ ദൈവം അവന് ഉറപ്പ് നൽകി. മനുഷ്യർക്ക് വായ് നൽകിയതാരാണ്? ദൈവമേ, അങ്ങാണെന്ന് പറയത്തക്കവണ്ണമുള്ളൊരു ചോദ്യമായിരുന്നു. ദൈവം അവൻ്റെ ബലഹീനത നീക്കുന്നതിന് പകരം അഹരോനിലൂടെ സഹായം ലഭ്യമാക്കി അവനെ ആ ബലഹീനതകളെ അതിജീവിപ്പാൻ പ്രാപ്തരാക്കി. രോഗശാന്തി എല്ലായ്പ്പോഴും ബലഹീനത നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് ദൈവം ബലഹീനതകളിൽ ശക്തി പ്രദാനം ചെയ്യുന്നതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന അനുഭവം കൂടിയാണ്. രോഗമോ വൈകല്യമോ ബലഹീനതയോ നിമിത്തം നമുക്ക് പര്യാപ്തത അനുഭവപ്പെടുമ്പോൾ തൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നതിനുള്ള കൃപ ദൈവം പ്രദാനം ചെയ്യുന്നു. നമ്മെ പിന്തുണയ്ക്കുവാൻ അവൻ ആളുകളെയോ സാഹചര്യങ്ങളെയോ നേരിട്ടുള്ള ദൈവിക ഇടപെടലിനെ പോലും ഉപയോഗിച്ചേക്കാം. രണ്ടാമതായി, ആത്മാവിൻ്റെ രോഗശാന്തി. സങ്കീർത്തനം 103-ന്റെ 1 മുതൽ 10 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ നിങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. 3-ാം വാക്യം, അവൻ നിങ്ങളുടെ സകല രോഗങ്ങളെയും സുഖപ്പെടുത്തുന്നു. ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ രോഗശാന്തിയെ, പാപമോചനം, വീണ്ടെടുപ്പ്, നഷ്ടപ്പെട്ട ശക്തിയുടെ നവീകരണം എന്നിവയെല്ലാം എടുത്തു കാണിക്കുകയാണ്. യഥാർത്ഥ രോഗശാന്തി ആരംഭിക്കുന്നത് ദൈവവുമായിട്ടുള്ള പുനഃസ്ഥാപിക്കപ്പെട്ട ബന്ധത്തിൽ നിന്നുമാണ്. രോഗത്തെ അഭിമുഖീകരിക്കുമ്പോൾ ശരീരത്തിന് മാത്രമല്ല, ആത്മാവിനും ദൈവത്തിൻ്റെ രോഗശാന്തി തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാപം ഏറ്റുപറച്ചിൽ, ആരാധന, ദൈവത്തിൻ്റെ കരുണയിലുള്ള ആശ്രയം എന്നിവ ആന്തരിക സമാധാനം നമ്മിൽ കൈവരുത്തുന്നു. 3-ാമത്, കൃപയിലൂടെ ലഭിക്കുന്ന രോഗശാന്തി. 2 കൊരിന്ത്യർ 12-ന്റെ 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് തൻ്റെ ജഡത്തിലെ ശൂലം നീക്കേണ്ടതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അത് നീക്കം ചെയ്യുവാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുന്നത്, എൻ്റെ കൃപ നിനക്ക് മതി. എന്നാൽ ആ ബലഹീനതകളിൽ ദൈവത്തിൻ്റെ കൃപ നിറയുന്നു എന്നുള്ളതാണ്. പൗലോസിൻ്റെ ശൂലം നീക്കുന്നതിന് പകരം ദൈവിക കൃപയിലുള്ള തൻ്റെ ആശ്രയം വർദ്ധിപ്പിക്കുവാനും ദൈവം അത് എടുത്ത് ഉപയോഗിക്കുന്നു എന്ന് നാം കാണുന്നു. ചിലപ്പോൾ ദൈവം രോഗം നീക്കുകയല്ല ചെയ്യുക, പക്ഷെ അവൻ സുസ്ഥിരമായ കൃപ നമുക്ക് നൽകി അതിനെ അതിജീവിപ്പാൻ നമ്മളെ പ്രാപ്തിപ്പെടുത്തും. നാം പ്രതീക്ഷിക്കുന്ന വിധത്തിൽ രോഗശാന്തി വരുന്നില്ലെങ്കിൽ ദൈവകൃപ മതിയെന്ന് ധാരാളമായിട്ട് നമുക്ക് വിശ്വസിക്കാം. നമ്മെ അവനിലേക്ക് അടുപ്പിക്കുവാനും നമ്മുടെ സ്വഭാവം രൂപപ്പെടുത്തുവാനും അവൻ ഈ കഷ്ടപ്പാട് ഉപയോഗിച്ചേക്കാം എന്ന് കരുതുക. 4-ാമതായി, ദൈവത്തിൻ്റെ മഹത്വത്തിനായുള്ള രോഗശാന്തി. യോഹന്നാൻ 3-ന്റെ 1 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒരു അന്ധൻ്റെ വിവരണമാണ്. അന്ധൻ്റെ അവസ്ഥ പാപം നിമിത്തമാണെന്ന് ശിഷ്യന്മാർ വിചാരിച്ചു, സമൂഹം വിചാരിച്ചപ്പോൾ യേശു അതിനെ ഒന്നുകൂടെ തുറന്നു കാണിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമമഹത്വപ്പെടുവാനായിട്ട് മാത്രമാണ് ഈ രോഗം. യേശു തൻ്റെ ദിവ്യശക്തി വെളിപ്പെടുത്തിക്കൊണ്ട് ആ മനുഷ്യനെ സൗഖ്യമാക്കി. അതിൻ്റെ വിശദീകരണങ്ങൾ ഞാൻ പറയുന്നില്ല. രോഗം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനുള്ള ഒരു മുഖാന്തരമാണ്. രോഗത്തിൽ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. അതിന് പകരം ഇതിലൂടെ ദൈവം എങ്ങനെ മഹത്വപ്പെടുവാൻ ആഗ്രഹിക്കുന്നു,
ദൈവം തൻ്റെ ശക്തിയെക്കുറിച്ചുള്ള സാക്ഷ്യം വഹിക്കുവാൻ നമ്മളുടെ രോഗങ്ങൾ, നമ്മുടെ ബലഹീനതകൾ, പരിമിതികൾ ഉപയോഗിച്ചേക്കാം. അല്ലെങ്കിൽ ആത്മീയ നവീകരണം കൈവരുത്തുവാൻ ഈ കഷ്ടപ്പാടുകൾ ഉപയോഗിച്ചേക്കാം. രോഗശാന്തി വ്യത്യസ്തമായ വിധങ്ങളിൽ പ്രവർത്തിക്കുന്നുവെന്ന് നാം കണ്ടല്ലോ. ചിലപ്പോൾ അത്ഭുതങ്ങളിലൂടെ, ചിലപ്പോൾ ബലഹീനതകളിലൂടെ, ചിലപ്പോൾ കൃപയിലൂടെ. ഇതെല്ലാം ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ അധികാരത്തിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് അവൻ അറിയുകയും തൻ്റെ ഉദ്ദേശത്തിനായി രോഗത്തെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. സമഗ്രമായ ഈ രോഗശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയവും വൈകാരികവും ആയിട്ടുള്ള പുനഃസ്ഥാപനം നമുക്ക് അനിവാര്യമാണ്. ദൈവകരങ്ങളിൽ അവൻ്റെ പരിപൂർണമായ സൗഖ്യത്തിൽ സമഗ്രമായ ദൈവത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി നമ്മെ തന്നെ വിധേയപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.